വിഷമിച്ചിരിക്കുന്ന അനുവിനെ കാണിച്ചിട്ടാണ് ഇന്ന് സാന്ത്വനം തുടങ്ങുന്നത്. അപ്പോൾ അനുവിൻ്റെ വിഷമം കണ്ടപ്പോൾ തന്നെ അലോകിന് മനസ്സിലായി എന്തോ ഒരു കുഴപ്പമുണ്ട്. പക്ഷെ അലോക് എങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അവൾ പറയുന്നില്ല. അപ്പോൾ അലോക് പറയും, ഓ എന്താണെന്നുണ്ടായത്, നിൻ്റെ അച്ഛൻ നിന്നെ വഴക്ക് പറഞ്ഞോ, അതോ അമ്മയോ, അതോ നിൻ്റെ അപ്പാവി ആങ്ങളമാർ നിന്നോട് വല്ലതും പറഞ്ഞോ? പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇപ്പോൾ കൃഷ്ണമംഗലത്തെയാ, ദേവമംഗലത്തെ അല്ല. കൃഷ്ണമംഗലത്തെ ചോറും കൂറ് ദേവമംഗലത്തും ആയിട്ട് പാടില്ല. അതൊന്നും ഇവിടെ നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് അലോക് പറയുകയാണ്. അല്ലെങ്കിൽ ഞങ്ങളൊന്ന് പണ്ടേ വിചാരിച്ചിരുന്നെങ്കിൽ നിൻ്റെ ആ വീട്, ആ കുഞ്ഞു വീട് ഞങ്ങൾ എന്നേ ഇടിച്ചു പൊളിച്ച് അവിടെ തെങ്ങ് വെച്ചേനെ. അതുമാത്രമല്ല, നിൻ്റെ ഒരു ആങ്ങളമാരുണ്ടല്ലോ, അവർക്ക് പറയാൻ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടോ? ആര്യനാണെച്ചെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സ്വർണം കടത്തി, ആകാശാണെങ്കിൽ ഭാര്യയുടെ ചിലവിലാണ് ജീവിക്കുന്നത്, ഒരുത്തനും ഒരു ജോലി പോലും മര്യാദയ്ക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ വീട്ടുകാരെങ്ങനെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവൾക്ക് ആകെ വിഷമമാവാനോ. അനു പറയും, നീ എന്നെ വല്ലതും പറഞ്ഞോ, എൻ്റെ വീട്ടുകാരെ പറഞ്ഞാൽ എന്ന് പറഞ്ഞു. അപ്പോൾ അലോക് പറയും, നീ ഇവിടെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നീ ഇപ്പോൾ ഈ കഴുത്തിൽ താലി ഇട്ടുകൊണ്ട് ഈ റോഡിലൂടെ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരും എന്ന് പറയും. അത് കേട്ടതോടുകൂടി അവൾക്ക് അങ്ങ് ദേഷ്യം പിടിക്കും. നമ്മൾ ആ കഴുത്തിലെ താലി അങ്ങോട്ട് വലിച്ചു ഊരിയിട്ട് അലോകിൻ്റെ കഴുത്തിൽ അങ്ങോട്ട് മുറുക്കി ചുറ്റും. എന്നിട്ട് പറയും, ഈ താലി ഞാൻ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? നിൻ്റെ ഭാര്യ പദവി അലങ്കരിച്ച് നടക്കാനൊന്നുമല്ല, ഈ താലി കൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമുണ്ട് എന്ന് പറഞ്ഞ് അവൻ്റെ കഴുത്തിൽ അങ്ങോട്ട് മുറുക്കി വലിക്കും ആ താലിച്ചരട് ഉപയോഗിച്ചിട്ട്. അപ്പോഴത്തേന് അലോകിന് ശ്വാസം കിട്ടാതെയാവും. അലോക് പറഞ്ഞു, സോറി ഞാൻ പറയില്ല, എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അലോക് കിടന്ന് കരയാൻ തുടങ്ങും. ഭാനു, ഇനി നീ എൻ്റെ വീട്ടുകാരെ പറയുമോ? എന്നെ പറഞ്ഞോളാം, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ വീട്ടുകാരെ ആവശ്യമില്ലാതെ ഇതിലോട്ടെങ്ങാനും വലിച്ചഴച്ച് കഴിഞ്ഞാൽ ഇതല്ല അലോകെ, നീ ഇതിനപ്പുറത്തുള്ളത് കിട്ടും. നിന്നെ കൊന്നിട്ട് ആകെ താളം തെറ്റി നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ. നിന്നെ കൊന്നിട്ട് ജയിലിൽ പോകാൻ പോലും എനിക്കൊരു മടിയില്ല അലോകെ, നീ അത് മനസ്സിൽ ഓർത്തു വെച്ചോ എന്ന് പറയും. അപ്പോഴും ഇവൻ കിടന്ന് പെടയുകയാണ് ശ്വാസം കിട്ടാണ്ട്. അങ്ങനെ അവസാനം സോറി അനു സോറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനും എന്തു ചെയ്യും, അത് വിടും. അവനാകെ ചുമയ്ക്കും, അവനാകെ ശ്വാസം മുട്ടി നിൽക്കുകയല്ലേ. അങ്ങനെ ചുമച്ചിട്ട് പറയും, ഇല്ല ഞാൻ ഒന്നും പറയില്ല എന്ന് പറയും. അത് നിനക്ക് ഓർമ്മയിലുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനു അവനെ വെറുതെ വിടുകയാണ്. പക്ഷേ പാവം അലോകിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ ധർമ്മൻ്റെ അടുത്ത് പിണങ്ങിയിരിക്കുകയാണ് സുകന്യ ഒരു വില കൂടിയ വാച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ധർമ്മൻ വാങ്ങിക്കൊടുത്തിട്ടില്ല. സുകന്യ പറയും, എനിക്ക് നാളെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വിവാഹമുണ്ട്, അതിന് പോകുമ്പോൾ ഈ വില കൂടിയ വാച്ച് എനിക്ക് ഇട്ടിട്ട് പോകണം, അത് ഇല്ലെച്ചെങ്കിൽ എനിക്ക് നാണക്കേടാണ്, അതുകൊണ്ട് ധർമ്മേട്ടൻ നാളെ തന്നെ എനിക്ക് ആ വാച്ച് വാങ്ങിത്തരണം. അത് ധർമ്മേട്ടൻ തന്നില്ലെങ്കിൽ ഞാൻ എന്തായാലും ഗോമതി സ്റ്റോറിലോട്ട് വരും. അപ്പോൾ ധർമ്മം പറയും, നീ ഗോമതി സ്റ്റോറിലോട്ട് വരുന്നത് നിനക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാനെന്നല്ല എനിക്കറിയാം, എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം എന്ന് പറഞ്ഞ് സുകന്യയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് ധർമ്മൻ. പിന്നെ നമ്മുടെ ഗോമതി വിഷമിച്ചിരിക്കുകയാണ്. ഗോമതി അന്നുണ്ടായ സംഭവത്തെക്കുറിച്ചിട്ടാണ് ആലോചിക്കുന്നത്. അതായത് അനുവിൻ്റെ ദേഹത്ത് വെള്ളമൊഴിച്ചതും അനു വന്നതും അനു അമ്മയെന്ന് വിളിച്ചതും അതെല്ലാം ആലോചിച്ച് വിഷമിച്ച് കരയുന്ന ഗോമതിയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാലൻ ചോദിക്കും, എന്താ ഗോമതി, നിനക്ക് എന്താ പറ്റിയത്, നീ എന്തിനാ അങ്ങനെ വിഷമിച്ച് കരയുന്നത്? അപ്പോൾ ഗോമതി പറയുകയാണ്, ബാലേട്ട, ഞാൻ ഇന്ന് അനു എന്നെ എടുത്ത് വന്നു, അവളെന്നെ അമ്മയെന്ന് വിളിച്ചു. അത് വിളിച്ചപ്പോൾ ആദ്യം എനിക്ക് സങ്കടവും സന്തോഷവും വന്നെങ്കിലും പിന്നീട് എനിക്ക് അവളോട് ചെയ്ത ചതിയെക്കുറിച്ച് പിന്നീട് അങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞാൻ വെള്ളം എടുത്ത് അവളുടെ ദേഹത്തൊഴിച്ചു. ഞാൻ ചെയ്തത് ഇത്തിരി ക്രൂരതയായിപ്പോയി, എനിക്കിപ്പോൾ അത് ആലോചിക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. ബാലൻ ഗോമതിയെ ആശ്വസിപ്പിക്കുകയാണ്, നീ എന്തിനാണ് വിഷമിക്കുന്നത്, കാരണം നീ ചെയ്തതിലൊരു തെറ്റുമില്ല, നീ വേണമെങ്കിൽ നമ്മുടെ മക്കളെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ മരുമക്കളെക്കുറിച്ചിട്ടോ ആലോചിച്ച് വിഷമിച്ചോളൂ, ഞാനൊന്നും പറയില്ല. പക്ഷേ അനു ഇപ്പോൾ നമ്മളുടെ ആരുമല്ല, അവളെക്കുറിച്ച് ആലോചിച്ച് നീ വിഷമിക്കുന്നത് നീ എന്നെ തോൽപ്പിക്കുന്നത് പോലെയാണ്. മാത്രമല്ല ഞാനൊരു IAS ആക്കണമെന്നാണ് ആഗ്രഹിച്ചത്. ബാലൻ്റെ മകൾ ഒരു IAS ആയി എന്ന് പറയുന്നത് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ അവൾ എന്നെ തോൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അതാലോചിച്ച് നീ ഒന്നും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ബാലൻ ഗോമതിയെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ 1 കോടി രൂപ ജീവൻ്റെ വീട്ടുകാർക്ക് എങ്ങനെ കൊടുക്കുമെന്ന് ആലോചിച്ചിരിക്കുന്ന ആനന്ദിനെയും ആര്യനെയും ആകാശിനെയൊക്കെയാണ്
കാണിക്കുന്നത്. അപ്പോൾ ആനന്ദ് പറയാണ് ഒരു 5 ലക്ഷം രൂപ ഞാൻ ലോൺ എടുക്കാം, ഒരു 5 ലക്ഷം രൂപ മീനു ലോൺ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് PF-ൽ നിന്ന്. അങ്ങനെ പിന്നെ കുറച്ച് പൈസ പലിശയ്ക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. ഒരു 13 ലക്ഷം രൂപ അങ്ങനെ ആവും, ഏറിപ്പോയാൽ ഒരു 15 ലക്ഷം. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആനന്ദ് പറയാണ് ജീവൻ്റെ വീട്ടിൽ പോയിട്ട് ഞാനൊന്ന് സംസാരിക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് ദിവസത്തെ ഇടകൂടി ചോദിക്കാം, എന്നാലല്ലേ ശരിയാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇത്രയും വലിയൊരു എമൗണ്ട് എങ്ങനെയാണ് ഇതാ എടുക്കുക എന്ന് പറയും. അപ്പോൾ ആകാശ് പറയുകയാണ് ഞാൻ എൻ്റെ അമ്മായി അച്ഛൻ്റെ അടുത്തൊന്ന് ചോദിക്കാം, അങ്കിളിൻ്റെ അടുത്ത് ചോദിച്ചാൽ അങ്കിള് തരുമായിരിക്കും 5 ലക്ഷമെങ്കിലും. അത് വേണ്ട, കാരണം നിൻ്റെ ഒരു ആവശ്യത്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സന്തോഷത്തിൽ തരുമായിരിക്കും. പക്ഷേ ഇത് അച്ഛൻ്റെ ഒരു ആവശ്യത്തിന് നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല. ഒന്നാമത് അച്ഛനും അത് നാണക്കേടാണ്. അപ്പോൾ അതുകൊണ്ട് നീ അങ്ങനെ ഒരു കാര്യം ശ്രമിക്കേണ്ട. അപ്പോൾ ആര്യൻ പറയുകയാണ് ഞാനൊരു കുറച്ച് പൈസ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ ചോദിച്ചു വെച്ചിട്ടുണ്ട്, അത് അവൻ്റെ കെയർ ഓഫിലാണ് കിട്ടുന്നത്. പക്ഷേ അത് പലിശയാണ്, നല്ല കഴുത്തറപ്പും പലിശയായിരിക്കും, എന്നാലും സാരമില്ല എന്ന് പറയണം. പിന്നെ രാത്രി നമ്മുടെ ആനന്ദ് കിടക്കാൻ ബെഡ്റൂമിൽ പോയി. ആ ബെഡ്റൂമിൽ പോയപ്പോൾ ദേവി ഇരുന്ന് ഇങ്ങനെ കണക്ക് കൂട്ടുകയാണ്, ഒരു 2000 രൂപ ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ആ 2000 രൂപ അടിച്ചു മാറ്റിയിട്ടുള്ളത് നമ്മുടെ ഉദയഭാനുവാണ്. അപ്പോൾ ദേവി എങ്ങനെയൊക്കെ കൂട്ടിയിട്ടും ശരിയാവുന്നില്ല. അപ്പോൾ ആനന്ദ് പറയാം നീ എന്താ ഈ കണക്ക് കൂട്ടുന്നത്? അതൊന്നുമല്ല ആനന്ദേട്ടാ, ഞാൻ എങ്ങനെ കൂട്ടിയിട്ട് ഒരു 2000 രൂപ കുറവുണ്ട്. 2000 രൂപ കുറവായോ? നീ എൻ്റെ അച്ഛനെ മുടിപ്പിച്ചോ, ഇന്നിപ്പോൾ 2000 കുറഞ്ഞു, നാളെ 5000 കുറയും, പിന്നെ 10000 കുറയും. നീ ഞാൻ ഗോമതി സ്റ്റോർ കുത്തുവാള എടുപ്പിക്കുമോ എന്ന് ചോദിച്ച് ആനന്ദ് ദേവിയുടെ അടുത്ത് ചൂടാവുകയാണ്. പക്ഷെ ദേവിക്ക് എങ്ങനെ ആലോചിച്ചിട്ടും പാവം എവിടെയാണ് ഈ പൈസ പോയി എന്ന് മനസ്സിലാവുന്നില്ല. പിറ്റേ ദിവസം രാവിലെ മീനുവിനെ ഓഫീസിലോട്ട് പറഞ്ഞയക്കാൻ ഭക്ഷണം റെഡിയാക്കുന്ന ഗോമതിയാണ്. ഗോമതി ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് ടേബിളിലോട്ട് കൊടുന്നു വയ്ക്കും. അപ്പം മിത്ര വരും. അപ്പം മിത്രയും മീനും വരും. അപ്പോൾ ഗോമതി പറയും എനിക്ക് ഒരു സമാധാനവും ഇല്ല മക്കളെ, എങ്ങനെയാണ് നമ്മൾ പൈസ കൊടുക്കുക അവരുടെ? അപ്പോൾ മീന് പറയും ഞാനൊരു ലോണിന് ശ്രമിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇത് അച്ഛൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ലല്ലോ അമ്മേ, നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഈ പൈസ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജീവൻ അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ ജീവൻ പറയും എനിക്ക് അകത്തോട്ട് വരാമോ? വരും മോനെ, അതിനെന്താ വരൂ എന്ന് പറയും. അങ്ങനെ ജീവൻ അകത്തോട്ട് കയറിയിരിക്കും. അപ്പോൾ ഇവരാകെ ഒന്ന് സ്റ്റക്കാവും. എന്താ ഇപ്പോൾ ഈ ജീവൻ വരാനുള്ള കാരണം എന്ന് ആലോചിച്ചിട്ട് ഇവർക്ക് പിടുത്തം കിട്ടുന്നില്ല. അപ്പം മീനുവിനോട് പറയും മീനു ചായ എടുക്കും മോളെ. അപ്പം അല്ല അത് വേണ്ട, ചായ ഒന്നും വേണ്ട, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ശരി, യഥാർത്ഥത്തിൽ ആര്യൻ വന്ന് എന്നോട് വിവരങ്ങൾ പറഞ്ഞപ്പോഴാണ് അച്ഛനും അമ്മയും ഇവിടെ വന്നതും നഷ്ടപരിഹാരം ചോദിച്ചതുമൊക്കെ ഞാൻ അറിയുന്നത്. അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ എൻ്റെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയോട് മാനനഷ്ട കേസൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ച് അമ്മയെ ഞാൻ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അമ്മ കേസൊന്നും കൊടുക്കില്ല, അത് ആലോചിച്ചിട്ട് വിഷമിച്ചിരിക്കേണ്ട എന്ന് പറയും. അപ്പോൾ അവർക്കൊരു ചെറിയൊരു സമാധാനമാവും. ഒരു സമാധാനമായല്ലോ. അപ്പോൾ ഗോമതി പറയും മോനെ പൈസ ഞങ്ങൾ വേഗം തയ്യാറാക്കിയിട്ട് തരാം, ഞങ്ങൾക്ക് കുറച്ചൊരു സാവകാശം വേണം. 1 കോടി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തുകയാണ്, പക്ഷെ ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പം നമ്മുടെ ജീവൻ പറയാണ് അതൊന്നും വേണ്ട അമ്മേ, ഞാൻ അതും മാനനഷ്ട കേസ് കൊടുക്കുന്നില്ലല്ലോ, അപ്പം പിന്നെ പൈസയുടെ കാര്യവും പ്രശ്നമുള്ളതൊന്നുമല്ല, അതും ആ പൈസയും വേണ്ട, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത്. പിന്നെ ബേസിക്കലി എൻ്റെ അമ്മ ഒരു പാവമാണ്, പക്ഷെ അമ്മയുടെ മുന്നിൽ എൻ്റെ ജീവിതം നാശമായി പോകുന്നത് കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെയാണ് അമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇത്ര രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആര്യനും അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആര്യനും നല്ല സന്തോഷമാവും, മിത്രയ്ക്കും മീനുവിനൊക്കെ സന്തോഷമാവും. അപ്പോൾ ജീവൻ പറയും എന്നാൽ ശരി ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞ് ജീവൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് ജീവനെ യാത്രയാക്കുന്നത്. മീനുവിനും മിത്രയ്ക്കൊക്കെ വളരെ എല്ലാവർക്കും വലിയൊരു ബാധ്യത പോയി കിട്ടിയതിൻ്റെ ഒരു സമാധാനം എല്ലാവരുടെ മുഖത്തും കാണാം. അങ്ങനെ ജീവൻ അവിടെ നിന്ന് പോവും. അപ്പോൾ ഗോമതി വിഷമിച്ചുകൊണ്ട് പറയുകയാണ് മക്കളുടെ അടുത്ത്, ഇത്രയും നല്ലൊരു മോനെയാണല്ലോ എൻ്റെ മോള് വേണ്ടെന്ന് വെച്ചിട്ട് ആലോകിനെ കല്യാണം കഴിച്ചത്. അവളുടെ വിധി അവളുടെ ജീവിതം അവളായിട്ട് തന്നെ നശിപ്പിച്ച് കളഞ്ഞു. അത് ആലോചിക്കുമ്പോൾ എനിക്ക്
സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ഗോമതിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ സാന്ത്വനം അവസാനിപ്പിക്കുന്നത്. വളരെ നേരത്തെ സാന്ത്വനത്തിൻ്റെ കഥ അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.